സുബഹിന്റെ സമയമാകുമ്പോ അല്ലാഹുവിന്റെ പള്ളിമിനാരങ്ങളിൽ സുബഹിന്റെ ബാങ്കിന്റെ ധ്വനികൾ ഉരവിടുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ ആ ബാങ്കിന്റെ ധ്വനികൾ ഉരവിടുമ്പോ അതിന് മുമ്പ് സംശയങ്ങളും അവിടെയുള്ള തരുണന്മാർ സയ്യിദന്മാരുടെ അവരോട് പറഞ്ഞിരുന്നു, എന്റെ റൂം ഒന്ന് കുറച്ച് പുറത്തേക്ക് പോയി ആവശ്യമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് സംശയം പറഞ്ഞ് കുറച്ചൊന്ന് മാറി നിൽക്കി. എന്തറിയോ എന്താണ് അങ്ങനെ മാറാൻ കാരണം? സംശയം അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. പരിശുദ്ധമായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പവിത്രമായ ദീനുണ്ടല്ലോ, ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്ത, സ്വഹാബികളെ താബിഈങ്ങൾക്ക് കാണിച്ചു കൊടുത്ത, താബിഈങ്ങളെ താബിഈങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ദിവസവും 17 പ്രാവശ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ ആണിനും പെണ്ണിനും, മുസ്ലിമായ ആണിനും പെണ്ണിനും നിർബന്ധമാണ് 17 പ്രാവശ്യം റബ്ബിനോട് ദുആ ചെയ്യല്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ദുആ ചെയ്തില്ലെങ്കിൽ നാളെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ട ഒരു സന്ദർഭം വരും. മുഅ്മിനേ, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ ആണിനും പെണ്ണിനും, മുസ്ലിമായ ആണിനും പെണ്ണിനും ഈ ദുആ 17 പ്രാവശ്യം ദുആ ചെയ്യാൻ നിർബന്ധമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ചൊവ്വയാക്കണേ റബ്ബേ, ഞങ്ങളെ നീ ചേർക്കണേ റബ്ബേ. ഏതാരാ മുസ്തഖീമായ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയാണ്. ആരാണ് അനുഗ്രഹം ചെയ്തവർ? അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന والشهداء والصالحين. അത് പ്രവാചകന്മാരുടെ വഴിയാണ്, അത് സിദ്ദീഖീങ്ങളുടെ വഴിയാണ്, അത് ബദരീങ്ങളുടെ വഴിയാണ്, അത് ഗൗസുൽ ആലം തങ്ങളുടെ വഴിയാണ്, റിഫായി ശൈഖ് തങ്ങളുടെ വഴിയാണ്, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെ വഴിയാണ്, മഹാനായ ബംഗമൂലയുടെ പാപ്പാന്റെ വഴിയാണ്. ആ വഴി ശംസുൽ വഴിയാണ്, ഹനിയത്ത് ഉസ്താദിന്റെ വഴിയാണ്, സയ്യിദുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദുൽ ഉലമയുടെ വഴിയാണ്. അങ്ങനെ ആ വഴിയിൽ ആരാണോ ചലിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാരോ, ആ മുസ്തഖീമായ വഴിയിൽ എത്തിയവരാരോ, ഇന്നല്ലദീന തിൽഖദാറ അന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا. പിന്നെ മുസ്തഖീമായിട്ട് ഏത് മുസ്തഖീം? ഗൗസുൽ ആലം തങ്ങളെ ബഹുമാനിച്ചു, റിഫായി ശൈഖ് തങ്ങളെ ബഹുമാനിച്ചു, ഖാജാ തങ്ങളെ ബഹുമാനിച്ചു, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിച്ചു.